ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണ്, നിങ്ങൾ വളരെ ദയയുള്ള, മറ്റുള്ളവരോടൊക്കെ വളരെ കരുണയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. എങ്കിലും നിർഭാഗ്യവശാൽ ആളുകൾ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി, നിങ്ങളുമായിട്ട് തർക്കങ്ങളുണ്ടായി അല്ലെങ്കിൽ വഴക്കുകളുണ്ടായി, നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് വളരെ യാദൃശ്ചികമാകാം. അതുപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തപ്പോൾ അവർ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചതുപോലെ തോന്നുന്നു, അതായത് കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുപോലെ. അതുപോലെ നിങ്ങൾക്ക് നല്ലതായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കുമായിരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾ പരാജയപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അത് നിങ്ങളിൽ ഒരുപാട് ദേഷ്യമുണ്ടാക്കി അല്ലെങ്കിൽ വളരെയധികം നിരാശയുണ്ടാക്കി നിങ്ങളെ വല്ലാത്ത ഒരു സങ്കടത്തിലേക്ക് ആഴ്ത്തി എന്ന് കാണുന്നു. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പണവും സ്നേഹവും ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സമ്പത്തും അതുപോലെ നിഷ്കളങ്കമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കരുത്, കാരണം അത് സംഭവിക്കും. അതുപോലെ മറ്റൊരു കാര്യം കാണുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുമെന്നാണ്, അതുപോലെ സമാധാനം ഉണ്ടാകുമെന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു, പക്ഷേ ചില വ്യക്തികൾക്ക് നല്ല വ്യക്തികളോട് എങ്ങനെ സഹകരിക്കണമെന്ന് അറിയില്ല, അവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, അവർക്ക് നല്ല ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നല്ല ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയില്ല, കാരണം അവർ നല്ല ആളുകളെ അവരുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് എങ്ങനെ നിങ്ങളെ വാല്യൂ ചെയ്യണമെന്ന് അറിയില്ല, കാരണം അവർക്ക് അവരോട് തന്നെ യാതൊരു വിലയുമില്ല. അവരെ സ്വയം വില കുറച്ചാണ് കാണുന്നത്. ഒരു വ്യക്തി സ്വയം തരം താഴ്ത്തി ചിന്തിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെയും അങ്ങനെ കാണാനേ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വില നൽകാൻ അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ഉയർന്നതായി ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് എന്ത് ചെയ്യണമെന്നും അവർക്കറിയില്ല. നിങ്ങൾ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്, വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനിവിടെ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ട്രോമയിൽ കൂടി അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ സങ്കടങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോയപ്പോഴും നിങ്ങൾ അതിൽ നിന്നുമെല്ലാം പുറത്തു കടക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മറ്റുള്ളവരെ തരം താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമാക്കാനോ ഒന്നുമല്ല നിങ്ങൾ ശ്രമിച്ചത്. മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങളോട് മോശമായി പെരുമാറി എന്നതുകൊണ്ട് മറ്റുള്ളവരോട് മോശമായി പെരുമാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ വ്യക്തികളോടും വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ പെരുമാറിയത്. അതുപോലെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ സ്വയം പെരുമാറാനും നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളോട് വളരെ മോശമായ വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു ദേഷ്യവും അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. എന്നിരുന്നാലും നിങ്ങളത് നിങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പോഴും മികച്ച ഒരു വ്യക്തിയാകാനാണ് ശ്രമിച്ചത്, മറിച്ച് മോശമാകാനല്ല നിങ്ങൾ ശ്രമിച്ചത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെപ്പോലെ അത്രയും നല്ല എനർജി കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ഒരു പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, നല്ല വ്യക്തികൾക്ക് എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന്. ശരിയാണ്, നല്ല ആളുകൾക്ക് ചിലപ്പോഴൊക്കെ മോശം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ മോശമായിട്ടുള്ള ആളുകൾക്കും മോശം കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഒരു വ്യക്തി തൻ്റെ ആക്ഷൻസിലും അല്ലെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റിയിലും അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലും മോശമാകുമ്പോൾ അത് ഉറപ്പായിട്ടും അവർക്ക് തിരികെ ലഭിക്കും. അതുപോലെ തന്നെ ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി തന്നെ ലഭിക്കും. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ലഭിക്കുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം അവർക്ക് ലഭിക്കില്ല എന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ലഭിക്കുന്നത് കാണുന്നില്ല എന്ന് മാത്രം. എന്നാൽ നിങ്ങൾ സമാധാനമായി ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുമ്പോൾ, നിങ്ങൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ വെച്ച് അവരുടെ പുറകെ നിങ്ങളുടെ ചിന്തകളെ പോലും പോകാൻ അനുവദിക്കാതെ ഇരിക്കുമ്പോൾ അവരുടെ കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കും. അവരുടെ പ്രവർത്തികൾക്കുള്ള ഫലം അവരെ തേടി അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവർക്ക് ലഭിക്കും, അവരെ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും. അതിനു പകരം നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തതിനുള്ളത് അവർക്ക് ലഭിക്കുമോ, അവരുടെ കർമ്മഫലം അവർക്ക് എപ്പോൾ ലഭിക്കും എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അതെല്ലായ്പ്പോഴും അവരെ പിടികൂടണമെന്നില്ല. മറിച്ച് നിങ്ങൾ വിഷമിക്കാതെയും നിങ്ങൾ സ്റ്റേബിളായിരിക്കുമ്പോഴായിരിക്കും അത് സംഭവിക്കുന്നത്. അതപ്പോൾ മാത്രമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കർമ്മ കിട്ടുന്നതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ, മാനസികമായിട്ട് നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തുമ്പോഴായിരിക്കും അവർക്കത് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. അതുപോലെ അവരുടെ ഈ ഒരു മോശമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഈ പെരുമാറ്റം അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവരുടെ ഈ സ്വഭാവം അവർ മറ്റുള്ളവരോടും കാണിക്കും. ആദ്യം നല്ലതുപോലെ അവരുടെ സ്വഭാവം കാണിച്ചാലും എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. അവരുടെ മുഖം മൂടി താഴെ വീഴും. അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയ ഈ വ്യക്തി മറ്റുള്ളവരോട് നന്നായിട്ടാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ, അവരുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഇമോഷൻസ് കൂടി ഇൻവോൾവഡ് ആയതുകൊണ്ടാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് നല്ലതുപോലെ പെരുമാറാൻ കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ സാധിക്കുന്നത് അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഇമോഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ അവർക്ക് ഇമോഷൻസ് കൊടുക്കേണ്ടി വരാത്തത് കൊണ്ടാണ്. അവർക്ക് ആ ബന്ധത്തിൽ ഇമോഷണലി ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇമോഷണലി അവൈലബിൾ ആവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഒത്തുപോകാനും അവരുടെ കൂടെയുണ്ടാകാനും അവരുടെ സമയവും എനർജിയും നൽകാനും എളുപ്പമാണ്. എന്നാൽ നിങ്ങൾക്ക് അവരുടെ സമയവും എനർജിയും നൽകുന്നതോടൊപ്പം ഇമോഷൻസും നൽകണം. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് മോശമായി പെരുമാറിയത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നത് നിങ്ങൾ കണ്ടത്. പക്ഷേ അവർ മറ്റുള്ളവർക്ക് ഇമോഷൻസ് നൽകേണ്ടി വരുന്നത് വരെ കാത്തിരിക്കുക. അവർ നിങ്ങളോട് പെരുമാറിയതുപോലെ തന്നെ ആ വ്യക്തിയോടും അല്ലെങ്കിൽ ആ വ്യക്തികളോടും മോശമായി പെരുമാറും. നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഇമോഷൻസ് ഇൻവോൾവ് ആകുമ്പോൾ അവർക്ക് ഇതേ സ്വഭാവം തന്നെ, നിങ്ങളോട് കാണിച്ച അതേ സ്വഭാവം തന്നെ അവർ ആവർത്തിക്കും. അതുപോലെ നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണ്. അത്തരത്തിലൊരു മോശമായ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടും ആ ഒരു മോശമായ അവസ്ഥയിൽ പെട്ടുപോകാതെ മികച്ചതായി തീർന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. അത് നിങ്ങളെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാക്കി, അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തിയാക്കി. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ഉണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊണ്ടു ചെല്ലാൻ സാധിക്കും. നിങ്ങളെ ഒരു ഇൻസ്പിറേഷനായിട്ട് മറ്റുള്ളവർ കാണും. അവർക്ക് നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് അവർ തിരിച്ചറിയും. നിങ്ങൾ വളരെ എളിമയുള്ളവരാണ്, ദയയുള്ളവരാണ്, ഉദാര മനസ്കതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെ ദയയും സ്നേഹവും ഒക്കെ തോന്നും. നിങ്ങൾ ഇനിയും ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടാനുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും കരുണയും സമാധാനവും ദൈവമൊക്കെ കൊണ്ടുവരുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടാനായിട്ടുണ്ട്. ഈ വ്യക്തികളെ നിങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അതുപോലെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ നിങ്ങളെ മനസ്സിലാക്കും. അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അവരോട് സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ എനർജി അവർക്ക് കാണാൻ കഴിയും. നിങ്ങൾ വളരെ ദയുള്ളവരാണെന്നും നിങ്ങൾ വളരെ സ്നേഹമുള്ളവരാണെന്നും സത്യസന്ധരാണെന്നും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെന്നും അവർ മനസ്സിലാക്കും. നമ്മുടെയൊക്കെ എനർജി വളരെ പവർഫുള്ളാണ്. മറ്റുള്ളവർക്ക് നമ്മുടെയൊക്കെ എനർജി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ എനർജി വൈബ്രേഷണലി അട്രാക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ തന്നെ ചിലരിലേക്ക് ചില സാഹചര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ഹീല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വളരെ നല്ല എനർജീസിനെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും അവർക്ക് അതിന് സമാനമായിട്ടുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്സ്, ജോലി നഷ്ടപ്പെടൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം അങ്ങനെയുള്ള ദുഃഖങ്ങളിൽ കൂടെ നിരന്തരമായിട്ട് അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ അവർ ഹീലായി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ വളരെ മെച്ചപ്പെടുകയും തുടർന്ന് അവർ കൂടുതൽ മികച്ച പോസിറ്റീവായിട്ടുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഒരുപാട് മാറി, നിങ്ങളിൽ ഒരുപാട് വളർച്ച സംഭവിച്ചു, നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറി, നിങ്ങൾ ഇമോഷണലി ഒരുപാട് മെച്യൂർഡായി വളർന്നു കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ ഹീലാകുമ്പോൾ നിങ്ങൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കും. നിങ്ങളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അടുത്ത ഒരു ലെവലിലേക്കാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾ ഹീലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആരെയെങ്കിലും തിരികെ വേണമെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയോ സാഹചര്യമോ വേണമെങ്കിലും എന്തു തന്നെ ആയാലും ആദ്യം നിങ്ങൾ സ്വയം ഹീലാകേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ പഴയ വ്യക്തിയെ നല്ലതായോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെയോ സാഹചര്യങ്ങളെയോ ആകർഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ മികച്ചതാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ നിങ്ങളും മികച്ചതായിരിക്കണം. എങ്ങനെ മികച്ചതാകണം? അതിന് നിങ്ങൾ ഹീലാകണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ തന്നെ ഹീല് ചെയ്യുക. നിങ്ങളോട് തന്നെ കരുണ കാണിക്കുക. ഇതൊക്കെ സാരമില്ല എന്ന് മനസ്സിലാക്കുക. അവരുടെ സ്വഭാവം എന്നെ ഡിസ്ക്രൈബ് ചെയ്യാനോ എന്നെ ഡിഫൈൻ ചെയ്യാനോ പോകുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവരുടെ സ്വഭാവം അവരുടെ മാത്രം പ്രതിഫലനമാണ്. അവരെങ്ങനെ എന്നോട് പെരുമാറി എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ പ്രതിഫലനമാണ്, അല്ലാതെ എൻ്റെ പ്രശ്നമല്ല. ഇത് ഞാൻ ചെയ്തതല്ല, ഇതെന്നെ ഡിഫൈൻ ചെയ്യാനും പോകുന്നില്ല, ഇതെൻ്റെ പ്രശ്നവുമല്ല, ഇത് അവരാണ്, ഇതാണ് അവർ എന്നോട് ചെയ്തത് എന്നുള്ള ബോധ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇത് അവർ കാരണമാണ്, അല്ലാതെ നിങ്ങളുടെ യാതൊരു തെറ്റുമല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. ഇത് നിങ്ങളുമല്ല, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഫലവുമല്ല. അതുപോലെ ഇവിടെ 4 ഓഫ് കപ്സ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് റിജക്റ്റഡായി തോന്നുന്നുണ്ടാകാം, വളരെ നിരാശ തോന്നുന്നുണ്ടാകാം, വളരെ ദുഃഖിതനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. ഇത് അവരിൽ തന്നെ കൊടുക്കുക. ഈ ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അതിനെ മുറുകെ പിടിക്കാതിരിക്കുക. നിങ്ങളെ ഫ്രീ ആക്കി നിങ്ങൾ വെക്കുക. അതുപോലെ മറ്റുള്ളവരുടെ എനർജി എടുത്ത് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കുന്നത് പോലെ വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം വേറൊന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴൊരു പാമ്പ് നിങ്ങളെ കടിച്ചു. നിങ്ങൾ ആ ഒരു പാമ്പിൻ്റെ പിറകെ ചെന്നിട്ട് നീ എന്തിനു എന്നെ കടിച്ചു, നീ എന്തിന് ഈ വിഷം എൻ്റെ പുറത്താക്കി എന്ന് നിങ്ങൾ ചോദിക്കുമോ? ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലേ. കാരണം നിങ്ങൾക്കറിയാം വീണ്ടും പാമ്പ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. നിങ്ങൾക്ക് ആ പാമ്പിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളല്ലേ ആദ്യം ചെയ്യുകയുള്ളൂ. നിങ്ങൾ ആദ്യം പോയി ആൻറ്റിവെനം എടുക്കും. അതുപോലെ ഇവിടെയും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീലിങ്ങിനെയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില വ്യക്തികളും ഈ ഒരു പാമ്പിനെ പോലെ തന്നെയാണ്. അവരുടെ തനി നിറം അവരൊരിക്കൽ നിങ്ങളോട് കാണിച്ചു. അവർ നിങ്ങളുടെ പുറകെ നിന്ന് നിങ്ങളെ കൊത്തി, അവർ നിങ്ങളെ ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു. പിന്നെ എന്തിനാണ് വീണ്ടും അവരുടെ പുറകെ പോയി
നിങ്ങൾ എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ രീതിയിൽ എന്നോട് പെരുമാറി എന്നൊക്കെ ചോദിക്കുന്നത്? അത് ചോദിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, ഹീൽ ചെയ്യുക, നിങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പാമ്പ് എന്നും പാമ്പ് തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ശരിയാണ്, ചിലപ്പോഴൊക്കെ മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അവരുടെ പുറകെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ അടുത്ത് അവർ വരേണ്ടത് അവരുടെ സ്വഭാവം മാറ്റിയിട്ടാണ്, അല്ലാതെ നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടാവരുത്. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുടെ പിന്നാലെ ഓടരുത്, അവരെ ചേസ് ചെയ്യരുത്. കാരണം അത് വർക്കൗട്ട് ആകില്ല. അത് നിങ്ങളിൽ നിന്നും നന്മകൾ കൂടുതൽ അകന്നു പോകാൻ കാരണമാകും. അവർ നിങ്ങളോട് മോശമായി പെരുമാറുന്നത് വീണ്ടും വീണ്ടും തുടരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അവരത് മനസ്സിലാക്കുന്ന സമയം അവർ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും. അതുപോലെ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കില്ല, നിങ്ങളോട് ഒരിക്കലും കളവ് പറയില്ല. നിങ്ങളെ അവർ കെയർ ചെയ്യും. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.